ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കാവുന്ന ഉൽപാദന ഘടകങ്ങളാണ് ഭൂമി അല്ലെങ്കിൽ ലാൻഡ്, തൊഴിൽ അല്ലെങ്കിൽ ലേബർ, മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ, സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഉൽപാദന ഘടകമായി അധ്വാനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്ന ആദ്യകാല എക്കണോമിസ്റ്റുകളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകി ഭൂമി, മൂലധനം എന്നീ രണ്ട് ഉൽപാദന ഘടകങ്ങൾ കൂടി എക്കണോമിക്സിൽ കൂട്ടിച്ചേർത്ത വ്യക്തികളാണ് ആദം സ്മിത്തും ഡേവിഡ് റിക്കാർഡോയും. ഉൽപാദന ഘടകങ്ങളുടെ ഉപജ്ഞാതാക്കൾ എന്നും ഇവരെ അറിയപ്പെടുന്നു. സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന ഉൽപാദന ഘടകം ആദ്യകാലങ്ങളിൽ മൂലധനം എന്ന ഘടകത്തിനുള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പതിയെ അതിനെയും ഒരു ഉൽപാദന ഘടകമായി വേർതിരിച്ചു. മലയാളി സംരംഭകനായ എം.എ. യൂസഫ് അലിയുടെ ഗൾഫിലും ഇന്ത്യയിലുമായി നിരവധി ശാഖകളുള്ള അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര ശൃംഖലയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇദ്ദേഹത്തിന്റെ ഈ സംരംഭത്തെ നമുക്ക് ഉൽപാദന ഘടകങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ലുലു മോൾ സ്ഥാപിക്കുന്നതിനായി ഇദ്ദേഹത്തിന് അത്യാവശ്യം വേണ്ടുന്ന ഒരു ഉൽപാദന ഘടകമാണ് ഭൂമി അല്ലെങ്കിൽ ലാൻഡ്. ഈ ഉൽപാദന ഘടകത്തിന് മുകളിൽ അദ്ദേഹം മുടക്കേണ്ടുന്നത് പാട്ടം അല്ലെങ്കിൽ റെന്റ് എന്ന പേരിൽ സർക്കാരിന് കൊടുക്കുന്ന പ്രതിഫലമാണ്. ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണ സമയത്തും അതിനുശേഷവും ഇത് നടത്തിക്കൊണ്ടു പോകുവാൻ ഇദ്ദേഹത്തിന് വേണ്ടുന്ന മറ്റൊരു ഉൽപാദന ഘടകമാണ് തൊഴിലാളികൾ അല്ലെങ്കിൽ ലേബർ. ഇതിനായി ഇദ്ദേഹം ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് കൂലി അല്ലെങ്കിൽ ശമ്പളം. ഈ ഒരു സ്ഥാപനം തുടങ്ങുവാൻ ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരിക്കേണ്ടുന്ന വളരെ ആവശ്യമായ ഒരു ഉൽപാദന ഘടകമാണ് മൂലധനം. പണമായും ഇവിടെ ഉപയോഗിക്കാൻ ഉതകുന്ന തരത്തിലുള്ള യന്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളൊക്കെ മൂലധനത്തിൽ വരുന്നു. ഈ സംരംഭത്തെ പറ്റിയുള്ള ധാരണ ഇദ്ദേഹത്തിന് വിജ്ഞാന മൂലധനമായും ആവശ്യമാണ്. ഇത്തരത്തിൽ ഭൂമി, തൊഴിൽ, മൂലധനം എന്നീ ഉൽപാദന ഘടകങ്ങളെ ശരിയായ അനുപാതത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന നിലയിൽ യൂസഫ് അലിക്ക് തന്റെ സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വിജയത്തിലെത്തിക്കാൻ കഴിയൂ. ഇതുപോലെയാണ് മറ്റെല്ലാ സംഘാടന പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇതുപോലെ വളരെ ഈസിയായി എക്കണോമിക്സ് പഠിച്ചെടുക്കാനും അതുവഴി കേരള PSC, SSC, CAS, UPSC എക്സാംസിൽ ഇവയെ മുറുകെ പിടിക്കാനുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കും.